ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ജീവിതം ടൂലേക്ക് സുഹൈലിൻ്റെ ജീവിതം, ശരിക്കുള്ള ജീവിതം എന്ന ഭാഗത്തേക്ക്, രണ്ടാം ഭാഗത്തേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് എൻ്റെ ചാനൽ പുതിയതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പറയാനുള്ളത് പിന്നീട് ഞാനിവിടെ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ചാൽ, ഞാൻ 14 വർഷത്തോളം കോട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ട്. കുറച്ച് വർഷമല്ല, 14 വർഷത്തോളം എൻ്റെ ജീവിതം ഞാൻ കോട്ടേഴ്സിൽ തീർത്തിട്ടുണ്ട്. മൊത്തത്തിൽ വീടില്ലാതെ 12 വർഷവും 14 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ നന്നായിട്ടൊരു വീട് വെച്ചു. ഒരു ഏകദേശം നല്ലൊരു രൂപത്തിൽ ഉണ്ടാക്കി. അത് ലോണ് വന്ന്, കടബാധ്യതകൾ വന്ന്, ആ വീടും വിൽക്കേണ്ട അവസ്ഥ വന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കോട്ടേഴ്സിലേക്ക് തന്നെ താമസം മാറി. അങ്ങനെ താമസം മാറിയ സമയത്ത് വീണ്ടും ഞാൻ കോട്ടേഴ്സ് ജീവിതം ആരംഭിച്ചു എന്ന് പറയാം. ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ഉപ്പ വളർന്നിട്ടുണ്ട്. ആ കഷ്ടപ്പാട് പോലും ഞങ്ങൾ ആരെയും അറിയിക്കാതെ ഞങ്ങളെ വളർത്തി വലുതാക്കി എന്ന് തന്നെ പറയാം. വളർത്തി വലുതാക്കി എന്നല്ല, വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഏകദേശം ഞാൻ വീടില്ലാതെ ഉപ്പാൻ്റെ മരണശേഷം ഇപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ പഠനവും പൂർത്തിയാക്കി തന്നു. പ്ലസ് ടു വരെ പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ സമയത്താണ് ഉപ്പാൻ്റെ മരണം സംഭവിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് വീണ്ടും മാറിയത്. അപ്പോൾ വളരെയധികം സങ്കടത്തിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നെ ചോദിച്ചു, നിങ്ങളെന്താ മുഖം കാണിക്കാത്തത്? മുഖം കാണിക്കാൻ അടുത്ത ഷെഡ്യൂൾ മുതൽ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ക്യാമറ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുഖം കാണിക്കാത്തത്. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞു എന്നോട് എന്ത് പറ്റി എന്ന് ചോദിച്ചു. എൻ്റെ ഉപ്പാക്ക് എന്നിലൂടെ ഒരുപാട് കടങ്ങൾ വന്നു. 4 വീടോളം ഉണ്ടാക്കുന്ന പൈസ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഓക്കെ, ബാക്കി അടുത്ത ഷെഡ്യൂളിൽ പറഞ്ഞു.